94 വയസ്സായ അമ്മച്ചിക്ക് കൂട്ടുകിടക്കാൻ തറയിൽ പായ വിരിച്ച് കിടന്ന വേലക്കാരി. അർദ്ധരാത്രിയായപ്പോൾ മൂത്രമൊഴിക്കാൻ തോന്നിയ അമ്മച്ചി വേലക്കാരിയെ വിളിച്ചുണർത്താതെ എഴുന്നേറ്റതും ആ മുറിയിൽ കണ്ട കാഴ്ചയിൽ അവർ പകച്ചുപോയി. എന്താണ് അവരവിടെ കണ്ട ആ കാഴ്ച? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. തെലങ്കാനയിലെ വെത്തക്കൊണ്ടയിലാണ് അനുഷ എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നത്. അനുഷ പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നു. 18ാമത്തെ വയസ്സിൽ രമേശ് എന്ന ഒരാളുമായിട്ട് ഈ അനുഷ പ്രണയത്തിലാവുകയും അയാൾക്കൊപ്പം ഒളിച്ചോടുകയും ചെയ്യുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് 3 മക്കളും ഉണ്ടായി. 2 ആണും 1 പെണ്ണും. 3 മക്കളായ ശേഷം അനുഷയ്ക്ക് രമേശുമായിട്ടുള്ള ജീവിതം ബോറാകാൻ തുടങ്ങി. അവൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ രമേശുമായിട്ട് വഴക്കിടുന്നത് പതിവാക്കി. എങ്ങനെയെങ്കിലും രമേശ് ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന ഉദ്ദേശത്തിലാണ് അനുഷ മിക്ക പ്രശ്നങ്ങളും ആ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ രമേശ് എല്ലാം ക്ഷമിച്ച് മക്കൾക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുത്തുകൊണ്ടിരുന്നു. ഇതോടെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായ അനുഷ 3 മക്കളെയും ഭർത്താവിനെയും ഒഴിവാക്കി ആരും അറിയാതെ ഹൈദരാബാദിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് വീട്ടുജോലിയൊക്കെ ചെയ്ത് അനുഷ ജീവിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിനിടയിൽ അനുഷയ്ക്ക് ഒരു തുണ വേണമെന്ന് തോന്നി. അങ്ങനെ അവൾ ചില ആപ്പുകൾ വഴിയിട്ട് ചില ചീത്ത കൂട്ടുകെട്ടിലൊക്കെ പെട്ട് രാജ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുകയാണ്. രാജ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉള്ള ഒരാളാണ്. രാജ അത് അനുഷയിൽ നിന്നും മറച്ചു വെച്ചു. എന്നാൽ അയാൾ കരുതിയത് അനുഷ വലിയൊരു പണക്കാരി ആണെന്നാണ്. അനുഷയും അങ്ങനെയാണ് അയാളോട് പറഞ്ഞിരുന്നത്. ഒടുവിൽ അനുഷയെ നേരിട്ട് കാണാനെത്തിയ രാജ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. പക്ഷേ അനുഷയുടെ വാക്ചാതുര്യത്തിൽ രാജ അനുഷയ്ക്കൊപ്പം പിന്നീട് അങ്ങോട്ട് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവർ 2 പേരും ഒരു വീടൊക്കെ വാടകയ്ക്കെടുത്ത് ഒരുമിച്ച് താമസിക്കാനും തുടങ്ങി. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അനുഷയ്ക്ക് രാജയെയും മടുത്തു. എങ്ങനെയെങ്കിലും രാജയെ ഒന്ന് ഒഴിവാക്കിയാൽ മതി എന്ന അവസ്ഥയിലായി അനുഷ. എന്നാൽ രാജ അനുഷയെ വിട്ടുപോകാൻ തയ്യാറല്ലായിരുന്നു. ഒടുവിൽ രാജയെ കണ്ടുപിടിച്ച അതേ ആപ്പ് വഴി തന്നെ സുരേന്ദർ എന്ന ഒരു 31കാരനെയും അനുഷ കണ്ടുപിടിക്കുകയാണ്. സുരേന്ദ്രവുമായിട്ട് അടുപ്പത്തിലായ അനുഷ രാജയെ പതിയെ ഒഴിവാക്കി. ഒടുവിൽ സുരേന്ദറും അനുഷയും തമ്മിൽ ഹൈദരാബാദിലെ കാളഹസ്തി എന്ന ഒരു അമ്പലത്തിൽ പോയി കല്യാണവും കഴിക്കുകയാണ്. കാളഹസ്തിയിൽ പോയി കല്യാണം കഴിക്കാൻ കാര്യമുണ്ട്. അതായത് സുരേന്ദ്ര വലിയൊരു ശിവഭക്തനായിരുന്നു. ഇവരുടെ കല്യാണ ശേഷം അനുഷ നല്ല ഒരു ജോലിക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ഏജൻസിയിൽ, അതായത് ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഏജൻസിയിൽ പേര് രജിസ്റ്റർ ചെയ്യുകയാണ്. അങ്ങനെ ഏജൻസി വഴി വിജയവാഡയിലെ 67കാരനായ വെങ്കിട്ട രാമറാവു എന്ന റിട്ടയർഡ് എഞ്ചിനീയറുടെ വീട്ടിൽ ഒരു ജോലി ശരിയായി. വെങ്കിട്ട രാമറാവുവിൻ്റെ ബംഗ്ലാവ് പോലത്തെ വീട് കണ്ട അനുഷ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. രാമറാവുവിന് 2 മക്കളാണുള്ളത്, 1 ആണും 1 പെണ്ണും. ഇതിൽ മകളുടെ വിവാഹം കഴിപ്പിച്ച് ഹൈദരാബാദിൽ തന്നെ മകൾ സെറ്റിലാണ്. മകനുള്ളത് ജോലിയുമായി ചെന്നൈയിലും. പിന്നെ വീട്ടിലുള്ളത് വെങ്കിട്ട രാമറാവുവിൻ്റെ അമ്മയായ 94കാരി സരസ്വതി അമ്മ മാത്രമാണ്. ആ വീട്ടിലേക്ക് ജോലിക്ക് വന്ന അനുഷയോട് വെങ്കിട്ട രാമറാവു ഒരൊറ്റ കാര്യമാണ് ആവശ്യപ്പെട്ടത്. വീട്ടിലെ ജോലിയേക്കാളും പ്രധാനം വയസ്സായ എൻ്റെ അമ്മയെ നോക്കുന്നതിലാണ്. അതുകൊണ്ട് അത് നീ കൃത്യമായിട്ട് നോക്കിയിരിക്കണം എന്ന് പറഞ്ഞ് അനുഷയ്ക്കൊരു റൂമും അവിടെ തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ അനുഷ ആ വീട്ടിലെ ജോലികളെല്ലാം തുടർന്നുകൊണ്ടിരിക്കവെയാണ് ഒരു ദിവസം രാമറാവുവിൻ്റെ മകൾ വീട്ടിലേക്ക് കയറി വരുന്നത്. അതായത് രാമറാവുവിൻ്റെ ഒരേ ഒരു മകളായ ഹൈദരാബാദിൽ താമസിക്കുന്ന ആ പെൺകുട്ടി ഒരു ബാഗുമായിട്ടാണ് അവിടെ കയറി വരുന്നത്. വന്നയുടനെ അവൾ ഒരു വലിയ ബാഗ് അച്ഛനെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, അച്ഛൻ ഇത് ഭദ്രമായിട്ട് സൂക്ഷിക്കണം. ആ ബാഗ് തുറന്നപ്പോൾ അതിലെ ആഭരണങ്ങളും കുറച്ച് നോട്ടുകെട്ടുകളും അനുഷ അവിടെ നിന്ന് കാണുകയാണ്. അത് മാത്രവുമല്ല, രാമറാവു ഈ ഒരു പെട്ടി ലോക്ക് ചെയ്ത് അലമാരയിൽ വെച്ച് പൂട്ടുന്നതും അനുഷ ശ്രദ്ധിച്ചു നിന്നു. ഇതെല്ലാം അനുഷ രാത്രിയായപ്പോൾ സുരേന്ദ്രനെ വിളിച്ചറിയുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു പെട്ടി കൈക്കലാക്കണം എന്ന ചിന്തയിൽ ഇവർ 2 പേരും പല പ്ലാനുകളും
നടപ്പിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒന്നും ഫലം കാണാതെ വന്നപ്പോൾ ഒടുവിൽ അനുഷ ആ പ്ലാൻ പ്രകാരം 2025 ജൂലൈ 10 വീട്ടിലെ സകല ജോലിയും ഒരുക്കുകയാണ്. രാത്രി അനുഷ രാമറാവുവിൻ്റെ അമ്മയായ സരസ്വതിയുടെ മുറിയിലേക്ക് ഉറങ്ങാൻ പോകുന്നു. സരസ്വതി അമ്മയ്ക്ക് ഇത്രയും വയസ്സുള്ളതിനാൽ അവർക്ക് രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി രാമറാവു ആണ് അനുഷയോട് ആ മുറിയിൽ കിടന്നുറങ്ങാൻ പറഞ്ഞിട്ടുള്ളത്. അന്ന് രാത്രി സരസ്വതി അമ്മയുടെ കട്ടിലിന് താഴെ പായ വിരിച്ച് അനുഷ ഉറങ്ങാൻ കിടന്നു. അർദ്ധരാത്രി ആയപ്പോൾ സരസ്വതി അമ്മയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുകയാണ്. എന്നാൽ ഉറങ്ങുന്ന അനുഷയെ വിളിച്ചുണർത്താതെ താഴെ ഇറങ്ങി ആ സ്ത്രീ നോക്കുമ്പോൾ താഴെ പായയിൽ അനുഷയില്ല. ഇവളെങ്ങോട്ട് പോയി എന്നും പറഞ്ഞിട്ട് ആ വയസ്സായ സ്ത്രീ ഹാളിലേക്ക് വന്നപ്പോൾ അവർ കാണുന്നത് അനുഷ ഹാളിൽ കിടക്കുകയാണ്. നീ എന്തിന് ഇവിടെ വന്ന് കിടക്കുന്നു എന്ന് സരസ്വതി അമ്മ ചോദിച്ചു. അപ്പോൾ അനുഷ പറഞ്ഞത്, ആ മുറിയിൽ ഭയങ്കര ചൂടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടന്നത്. കുറെ കഴിയുമ്പോൾ ഞാൻ ആ മുറിയിൽ തിരിച്ചു വന്ന് കിടന്നോളാം. ഇത് കേട്ടിട്ട് യാതൊരു സംശയവും തോന്നാത്ത ആ സ്ത്രീ അവരുടെ മുറിയിലേക്ക് തിരിച്ചുപോയി കിടന്നു. സരസ്വതി അമ്മ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അനുഷ നേരെ പോയത് അടുക്കളയിലേക്കാണ്. അടുക്കളയുടെ വെളിയിൽ സുരേന്ദ്രൻ കാത്തു നിൽപ്പുണ്ട്. അവിടെ ചെന്ന് അനുഷ അടുക്കള വാതിൽ തുറന്നു കൊടുത്ത് സുരേന്ദ്രനെ അകത്തേക്ക് കയറ്റി. അയാൾ അടുക്കളയിൽ നിന്നും മുളകുപൊടിയും എടുത്ത് നേരെ രാമറാവുവിൻ്റെ മുറിയിലേക്ക് പോയി. മുളകുപൊടി അയാൾ കയ്യിലെടുത്തത് എന്തിനെന്നാൽ രാമറാവുവിൻ്റെ തലയിണയ്ക്കടിയിലാണ് അയാൾ അലമാരയുടെ താക്കോൽ വച്ചിരിക്കുന്നത്. അത് എടുക്കാൻ പോയാൽ എന്തായാലും അയാൾ ഉണർന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ മുളകുപൊടി കണ്ണിലേക്ക് ഒക്കെ എറിഞ്ഞിട്ട് അയാളെ കൊലപ്പെടുത്തിയ ശേഷം അലമാര തുറക്കാനായിരുന്നു സുരേന്ദ്രൻ്റെ പ്ലാൻ. അങ്ങനെ മുറിയിലെത്തി സുരേന്ദ്രൻ നോക്കുമ്പോൾ രാമറാവു നല്ല ഉറക്കത്തിലാണ്. അടുത്ത് കിടന്ന തലയിണയെടുത്ത് അയാളുടെ മുഖത്ത് അമർത്തി അയാളെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ അയാൾ സുരേന്ദ്രൻ്റെ കൈ തട്ടിമാറ്റി. ഉടനെ തന്നെ സുരേന്ദ്രൻ കൊണ്ടുപോയ മുളകുപൊടി രാമറാവുവിൻ്റെ കണ്ണിലും മൂക്കിലും ഒക്കെ വിതറി. ഇതിൽ അയാൾക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അന്നേരം രാമറാവുവിൻ്റെ കഴുത്ത് ഞെരിച്ച് സുരേന്ദ്രൻ കൊലപ്പെടുത്തി. അയാളുടെ കൈയും കാലും പിടിച്ചു വച്ച് കൊടുത്തത് അനുഷയാണ്. ശേഷം അനുഷ രാമറാവുവിൽ നിന്നും പാസ്വേഡ് മനസ്സിലാക്കി വച്ചതുപയോഗിച്ച് പെട്ടി തുറന്ന് അതിലെ 20 പവനും പണവും എടുത്തു. എന്നിട്ട് ഇവർ രണ്ടുപേരും നേരെ പോയത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ പോയ സുരേന്ദ്രൻ തലമുടിയൊക്കെ മൊട്ടയടിച്ച ശേഷം അടിമുടി വേഷവിധാനങ്ങളിൽ മാറ്റം വരുത്തി നേരെ കാളഹസ്തിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അവിടെ പോയാൽ തങ്ങളെ ആരും കണ്ടുപിടിക്കില്ല എന്നാണ് ഇവരുടെ വിചാരം. ഈ സമയത്ത് പിറ്റേ ദിവസം രാവിലെ ഉറക്കമെഴുന്നേറ്റ സരസ്വതി അമ്മ അനുഷയെ കാണാതെ അവിടെ മുഴുവൻ അവളെ വിളിച്ചു നടന്നപ്പോഴാണ് തൻ്റെ മകൻ്റെ മുറിയിൽ വെട്ടം കാണുന്നത്. എന്താണ് അവിടെ വെട്ടം കാണുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കിപ്പോയ അവർ കണ്ട കാഴ്ചയിൽ അലറി വിളിച്ചു. മകൻ മുഖം മുഴുവനും മുളകുപൊടിയിൽ മരിച്ചു കിടക്കുന്നതാണ് ആ വയസ്സായ സ്ത്രീ കാണുന്നത്. സരസ്വതി അമ്മ നേരെ വീടിന് പുറത്തിറങ്ങി ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി. എല്ലാവരും അവിടെ ഓടിക്കൂടി. പോലീസും ക്രൈം സീനിലെത്തി. ഫോറൻസിക് ടീമും അവിടെ എത്തി കിട്ടാവുന്ന എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തു. സരസ്വതി അമ്മയോട് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചതും അവർ ഒരൊറ്റ പേരെ കരഞ്ഞുകൊണ്ട് പറഞ്ഞുള്ളൂ, അത് അനുഷയുടേതായിരുന്നു. അവൾ ഇന്നലെ രാത്രി ഹാളിൽ വന്ന് കിടന്നിരുന്നു എന്നുവരെ അവർ നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞു. റോഡിൻ്റെ സൈഡിലുള്ള CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ അനുഷയ്ക്കൊപ്പം ഒരാളും കൂടെ ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തി. അത് സുരേന്ദ്രനാണെന്ന് പോലീസ് അധികം താമസിയാതെ മനസ്സിലാക്കി. സുരേന്ദ്രൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുക്കുന്നതിനിടയിൽ അയാളുടെ കൂട്ടുകാരോടും പരിചയക്കാരോടും തിരക്കിയപ്പോൾ അവർ പോലീസിനോട് പറഞ്ഞത് എല്ലാ മാസത്തിലും ഒരു ദിവസമെങ്കിലും ശിവഭക്തനായ അവൻ കാളഹസ്തിയിൽ പോകുന്നത് പതിവാണ് എന്നതായിരുന്നു. വളരെ ഫാസ്റ്റായിട്ട് തന്നെ പോലീസ് കാളഹസ്തിയിലേക്ക് എത്തി. എന്നാൽ സുരേന്ദ്രനും അനുഷയും കാളഹസ്തിയിൽ എത്തും മുന്നേ പോലീസ് അവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് ഇവർക്കായി പോലീസ് അവിടെ സ്റ്റേ ചെയ്തു. 2 ദിവസത്തിന് ശേഷം കാളഹസ്തിയിൽ വന്നിറങ്ങിയ അനുഷയെയും സുരേന്ദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അവർ കുറ്റമെല്ലാം സമ്മതിച്ചു. കൊണ്ടുപോയ പെട്ടിയിലിരുന്ന 50,000 രൂപയിൽ 45,000 രൂപയും ഇവർ ചെലവാക്കിയെന്ന് പറഞ്ഞിരുന്നു. ബാക്കി സ്വർണമെല്ലാം ഇവർ മറ്റൊരു കടയിൽ പണയം വച്ചിരുന്നു എന്നും പറഞ്ഞു. കുറച്ച് പണവും കുറച്ച് സ്വർണവും ആ പെട്ടിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു.
ഈ കേസ് ഇപ്പോഴും നടക്കുകയാണ്. പക്ഷേ ഈ കേസിൽ ഇതുവരെയും വിധി വന്നിട്ടില്ല. എന്തായിരിക്കും ഈ കേസിൽ വരുന്ന വിധി എന്നാണ് നിങ്ങളുടെ വിചാരം? ഈ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.